ഹലോ ഗായ്സ്, ആ ചുക്കൂട്ടൻ ഹിയർ. അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ വെച്ചൊരു വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. റെസിപ്പി ബൈ ചാറ്റ് ജി പി ടി. അപ്പോൾ ചാറ്റ് ജി പി ടി നമുക്ക് റെസിപ്പി തന്നിട്ട് നമ്മൾ ആ റെസിപ്പി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് കാണിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചാറ്റ് ജി പി ടി പറഞ്ഞു തന്ന സാധനങ്ങൾ മാത്രമേ നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ. കുറച്ച് വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി നമ്മൾ എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക്, കുറച്ച് ഗ്രീൻ പെപ്പർ, പിന്നെ കുറച്ച് കറിവേപ്പില, ഉപ്പ്, ചിക്കൻ മസാല, പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയൊരു സാധനമാണിത്. കുറച്ച് ഇതൊക്കെ മസാലകളൊക്കെ പൊടിച്ച് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. പിന്നെ നമ്മുടെ ചിക്കൻ കുട്ടി നമ്മളിവിടെ കൊന്ന് പീസാക്കി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ എടുത്തത്. പിന്നെ നമുക്കൊരു മിക്സിയുടെ ബൗൾ ആവശ്യമുണ്ട്. പിന്നെ ഒരു കുപ്പി എണ്ണയും, പിന്നെ നമ്മൾ വെള്ളം ആവശ്യമുണ്ട്. അത് നമ്മൾ അന്നേരം ഒഴിക്കുമ്പോൾ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇങ്ങനെ ഇടിച്ചിട്ടാണ് നമ്മൾ തൊലി പൊളിക്കാൻ എളുപ്പമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നമ്മളങ്ങനെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. നമ്മൾ ആദ്യം വെളുത്തുള്ളി ഒന്ന് കഴുകണം, എന്നിട്ട് നമ്മളിങ്ങനെ ഇടിച്ചെടുത്താൽ നമുക്ക് എളുപ്പമായിരിക്കും വെളുത്തുള്ളി ഇങ്ങനെ പൊളിക്കാൻ. നമ്മളിവിടെ അഡീഷണലായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇഞ്ചിയും പച്ചമുളകും നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ കുരുമുളക് നമ്മളിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇങ്ങനെ നമ്മൾ എടുത്ത് നമ്മൾ മിക്സിയുടെ ബൗളിലേക്ക് ഇങ്ങനെ ഇടുകയാണ്. ഞാനിത് ഇട്ടിട്ട് കാണിക്കാം. എൻ്റെ ഒറ്റ കൈ കൊണ്ട് എനിക്ക് ഇടാൻ പാടാണ്. നമ്മൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം നമ്മളിവിടെ ഓർഗാനിക് സാധനങ്ങൾ ഉപയോഗിച്ചാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ആ ചിക്കൻ മസാല ഒഴിച്ച് ബാക്കി എല്ലാം ഓർഗാനിക്കാണ്. ചിക്കൻ മസാല ഓർഗാനിക്കാണ്. നമ്മളൊരു ഓർഗാനിക് കടയിൽ നിന്നുള്ളത് മേടിക്കുന്നത്. ഇവിടെ പെരുവേലിലുള്ള ഒരു CJ ഫുഡ്സ് എന്ന് പറഞ്ഞ ഓർഗാനിക് ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ഒരു കടയിൽ നിന്നാണ് നമ്മളത് മേടിക്കുന്നത്. എനിക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന ചിക്കൻ മസാലയൊക്കെ വലിയ ഇതൊന്നുമല്ല. ഞാൻ കൂടുതലും സ്വന്തമായിട്ട് പൊടിച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാം. ഈ മല്ലിപ്പൊടിയൊക്കെ നമ്മൾ ഇതായിട്ട് മേടിക്കുന്നതാണ്. ഓർഗാനിക്കാണ്, എല്ലാം ഓർഗാനിക്കാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കാഷ്യൂനട്ട് കഴിച്ചിട്ടുണ്ട്. നമ്മുടെ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിത് അരച്ചിട്ട് വരാം മക്കളെ. നമ്മളിതെല്ലാം കൂട്ടി അരച്ചിട്ട് വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം മക്കളെ. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിക്കുകയാണ്. നമ്മൾ ഗ്യാസ് കത്തിക്കാൻ പോവുകയാണ് ഗായ്സ്. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. വെള്ളം പറ്റുമ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുന്നതാണ്. അപ്പോൾ വെള്ളം പറ്റട്ടെ. വെള്ളം പറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാം പരിപ്പത്തിലേക്ക്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ടപ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ സവോള ഗോൾഡൻ ബ്രൗൺ ആണ് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ സവോളയിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുത്ത് സവോള പെട്ടെന്ന് ഗോൾഡൻ ബ്രൗൺ കാണിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ പിന്നെ കറി വെന്ത് വരുമ്പോൾ നമ്മൾ ബാക്കി ഉപ്പിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. നമുക്ക് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. സവോള ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ. സവോള ചെറുതായിട്ട് നമ്മൾ ഇത് ബിഗ് ബട്ടറിൽ വെച്ച് കാരണം ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ വരാം. ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ലൈക്ക് ചില്ലി ഇതൊക്കെ ഇട്ട് കൊടുക്കാം.
നമുക്കിത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കാം. ഇനിയും വേറെ അങ്ങനെയാണ് റെസിപ്പിയിൽ കൊടുത്തിരുന്നത്. നമ്മൾ ഇത്തിരിയൊക്കെ മോഡറേഷൻ വരുത്തുന്നുണ്ട് നമ്മുടെ രീതിയിൽ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതൊക്കെ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കണം. അപ്പോൾ നമുക്ക് ഇത് ഇളക്കി ഇങ്ങനെ കൊടുക്കാം. കുറച്ച് നമ്മൾ 1 മിനിറ്റൊക്കെ ഇളക്കണം എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ChatGPT പോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കണം 1 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടൊമാറ്റോ സോസ് ഇട്ട് കുറച്ച് നേരം മേടിക്കണം. നമുക്ക് ടൊമാറ്റോ സോസ് സാധാരണ ഉണ്ടാക്കുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് ടൊമാറ്റോ കട്ട് ചെയ്ത് ഇങ്ങനെ, ഞാൻ എൻ്റെ വീട്ടിൽ തക്കാളി ഉണ്ടാകും. അപ്പോൾ നമ്മൾ ടൊമാറ്റോ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മളത് മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് അടിച്ചിട്ട് നമ്മൾ ടൊമാറ്റോ സോസ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ കടയിൽ നിന്ന് മേടിച്ചാണ് എടുക്കുന്നത്, സമയമില്ലാത്ത കാരണം. അപ്പോൾ നമുക്ക് ഇനി ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ടിട്ട്. നിങ്ങൾക്ക് ടൊമാറ്റോ അല്ലാണ്ട് ഇടാം, എങ്ങനെ ഇട്ടാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മളിത് സ്പെഷ്യൽ ഡിഷാണ് ഗിവൺ ബൈ ChatGPT. നമ്മൾ ആദ്യമായിട്ടാണ് ChatGPT പറയുന്ന റെസിപ്പി ഇട്ടുള്ള ഡിഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ആ ഫ്ലേവറൊക്കെ ഇങ്ങനെ അടിച്ച് വരണം. നമ്മൾ ഉപ്പാണ് നമ്മുടെ എല്ലാ കറിയിലും മെയിനായിട്ട് ഡിഷ്. എന്തുണ്ടാക്കിയാൽ നമ്മൾ ചോറ് ഉണ്ടാക്കുന്നത് ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപ്പാണ് മെയിൻ ഡിഷ്. ഉപ്പിട്ടിട്ടാണ് നമ്മൾ സ്മെല്ല് നോക്കുന്നത്. നമ്മൾ അതുകൊണ്ടാണ് ആദ്യം ഉപ്പിടുന്നത്. ചിലർ അവസാനം ഉപ്പിടുന്നവരുണ്ട്. എനിക്ക് ആദ്യം ഇടാം, ചിലപ്പോൾ അവസാനം ഇടാം. എനിക്ക് രണ്ടും പ്രിഫറൻസാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് പോലെയാണ് എല്ലാം ചെയ്യേണ്ടത്. നമ്മളെല്ലാത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതുള്ളൂ. നമ്മൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു തരും. നിങ്ങളുടെ പ്രിഫറൻസിനാണ് എല്ലാത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ. നമ്മുടെ കണക്കിനാണ് നമ്മളെല്ലാം ഇടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനാണ്. നമുക്ക് ഓരോ പീസ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും മുളകും കൂടെ ഉള്ള മസാല നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മൾ കൈയൊക്കെ ഇളക്കിയാലും കുഴപ്പമില്ല. നമ്മൾ ആൾക്കാർക്കും അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമ്മൾ കൈ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കുക. ഞാനിപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് കഴിക്കാൻ കാരണം ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഡോണ്ട് മൈൻഡ് ഇറ്റ്. നമ്മളിതിലേക്ക് ഒരിത്തിരി വെള്ളം എടുക്കണം. ഞാൻ ഇച്ചിരി വെള്ളം എടുത്തിട്ട് വരാം. നമ്മളിതിൽ ഇത്രയും വെള്ളമാണ് ഒഴിക്കുന്നത് ഈ ബൗളിൽ. അപ്പോൾ നമ്മൾ ChatGPT വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞാൽ മാത്രമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ സാധാരണ ഏതെങ്കിലും ഞാൻ ചിലപ്പോൾ ഒഴിക്കും, ചിലപ്പോൾ ഒഴിക്കില്ല. നമ്മളിതിങ്ങനെ ഇട്ട് വേവിക്കണം. അതിന് നമുക്ക് ചിക്കൻ മസാല ഇടണം. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ചിക്കൻ മസാലയാണ് ആദ്യം ഇടുന്നത്. ഇതാണ് നല്ല ഓർഗാനിക്കാണ്. നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ ഉള്ള ഐറ്റംസ് പൊടിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളാകുമ്പോഴേ നമ്മൾ അത്രയ്ക്ക് പേടിക്കേണ്ട ആവശ്യമില്ല.
കടയിൽ നിന്ന് മേടിക്കുമ്പോൾ എനിക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ഫുഡും അത്ര വിശ്വാസമില്ല. എന്നാലും നമുക്കിപ്പോൾ കടയിൽ നിന്ന് മേടിക്കേണ്ട എല്ലാ കാര്യവും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ലൈക്ക് ഉപ്പ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കണം, മുളക് പൊടി അങ്ങനെയൊക്കെ. നമ്മൾ കുറച്ച് ചിക്കൻ മസാല കടയിൽ നിന്ന് മേടിച്ചിരുന്നുണ്ട്. എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല. ഞാൻ പക്ഷേ ഇത് പിന്നെ നമ്മൾ ഓർഗാനിക് കടയിലാണ് ഇപ്പം മേടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതാൻ കൂടുതൽ പ്രിഫറൻസ് കാണിക്കുന്നത്. നമ്മൾ ഇനി ഇത് മൂടി വെച്ച് നല്ലോണം വേവിച്ചെടുക്കണം. ഫുൾ ഫ്ലെയിമിലേക്ക് ആക്കുകയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ മൂടി വെച്ച് വേവിക്കണം. നമ്മൾ പ്രസ്റ്റീജിൻ്റെ പാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രസ്റ്റീജിൻ്റെ സ്റ്റീൽ ചീനച്ചട്ടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ റെസിപ്പീസൊക്കെ എല്ലാവരും കാണാറുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറേ നാൾ വിട്ടാണ് ഇപ്പോൾ പിന്നെയും കുക്കിംഗ് ആയിട്ട് വന്നത്. കാരണം 12ാം ക്ലാസ്സിൽ പഠിക്കാൻ ഒത്തിരിയുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പീസ് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഡാൻസ് വീഡിയോ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യണം ഇടയ്ക്ക്. ആണെങ്കിൽ 1 മിനിറ്റ് അങ്ങനെയൊക്കെ ഇത് ഉണ്ടാക്കണം. ഫുഡ് ഉണ്ടാക്കണ വീഡിയോ എടുക്കണമെങ്കിൽ അത് സമയമെടുക്കും. അപ്പോൾ ഞാനിത് വെന്തിട്ട് ഇനി കാണിച്ചു തരാം. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ ബെൽ ബട്ടൺ അമർത്തി അടിക്കണം. നോട്ടിഫിക്കേഷൻ ഓണിലേക്ക് ആക്കണം. അപ്പം ഞാൻ ഇറക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് സമയമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ബെൽ ബട്ടൺ അമർത്താൻ ആരും മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ 1000 റേഞ്ചിലേക്ക് എത്തിക്കും മക്കളെ. ഈ പാവം കുട്ടി കഷ്ടപ്പെട്ട് ഇത്രയും ചെയ്യുന്നില്ലേ. ഞാൻ ഈ പാചകം തുടങ്ങിയത് 5ാം ക്ലാസ്സിൽ വെച്ചാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഇത്രയും നാൾ എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട്